കൊച്ചി മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനൊരുങ്ങി പോലീസ്. വൻ പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. പള്ളി വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് യാക്കോബായ സഭയിലെ വിശ്വാസികൾ പൂട്ടിയ ഗേറ്റ് പോലീസ് തകർത്തു. കോതമംഗലത്തും വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, യാക്കോബായ ഓർത്തഡോക്സ് തർക്കം രൂക്ഷമായി തുടരുമ്പോഴാണ് കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസിന്റെ നീക്കം. യാക്കോബായ സഭയിൽപ്പെട്ടവരുടെ ദേവാലയം പിടിച്ചെടുക്കാനുള്ള നീക്കമാണല്ലോ ഇപ്പോൾ തർക്കത്തിൽ കലാശിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് മിഥുൻ? പ്രതിഷേധം കനത്തതോടെ പോലീസ് സംഘം ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. ഏകദേശം 500-ന് മുകളിൽ പോലീസ് സംഘമാണ്. ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു രാവിലെ മുതൽ പള്ളി പിടിച്ചെടുക്കുന്നതുമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇവിടെ നിലയുറപ്പിച്ചിരുന്നത്. പക്ഷേ വിശ്വാസി സമൂഹം വലിയ പ്രതിഷേധങ്ങളുമായി എത്തി. പള്ളിക്ക് ഉള്ളിലേക്ക് കിടക്കുന്നതിനുള്ള പ്രധാന കവാടം വലിയ പൂട്ടിട്ട് വിശ്വാസി സമൂഹം പൂട്ടുകയും ചെയ്തു. ഇതിൽ ഒരു പൂട്ട് പോലീസ് പൊളിച്ചു. രണ്ടാമത്തെ പൂട്ട് തകർക്കുന്നതിനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. ഈ സമയങ്ങളിലെല്ലാം വളരെ വൈകാരികമായ പ്രതിഷേധമായിരുന്നു വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ പ്രതിഷേധം കനത്തതോടെയാണ് പോലീസിന് കോടതി ഉത്തരവ് നടപ്പാക്കാനാകാതെ ഇവിടെ നിന്നും മടങ്ങേണ്ടി വന്നത്. ഈ മാസം 25-ാം തീയതിയാണ് പള്ളികൾ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുത്തുകൊണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടി കോടതിയെ അറിയിക്കണമെന്ന് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവാണ്. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് 6 പള്ളികൾ ഏറ്റെടുത്ത് കൃത്യമായ വിവരങ്ങൾ പോലീസിന് നൽകണമെന്ന് സുപ്രീം കോടതി നേരത്തെ അനുശാസിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ 2 തവണ സമാന രീതിയിൽ പള്ളികൾ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. പ്രതിഷേധം കനത്തോടെ ആ 2 തവണയും പരാജയം ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് പോലീസ് എത്തുകയും ഈ പ്രതിഷേധം കനത്ത സാഹചര്യത്തിൽ ഈ പ്രതിഷേധിക്കുന്ന വിശ്വാസികളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് പോലീസിന് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി 2 ദിവസം മാത്രമാണ് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ ഹൈക്കോടതി അനുശാസിക്കുന്ന അവസാന തീയതിയായിട്ട് പോലീസിന് മുന്നിലുള്ളത്. ഈ 2 ദിവസങ്ങളിൽ എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം കൂടുതൽ കനപ്പിക്കാൻ തന്നെയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന തീരുമാനം. ഇതോടൊപ്പം തന്നെ കോതമംഗലം പുളിന്താനം പള്ളിയിലും സമാനമായ രീതിയിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. അവിടെയും പോലീസ് സംഘം ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കടുത്ത നടപടികളിലേക്ക് ബലപ്രയോഗത്തിലൂടെ പള്ളിക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടാകില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും കൊച്ചി മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ ആണ് ഓർത്തഡോക്സ് യാക്കോബായ തർക്കം രൂക്ഷമായിരിക്കുന്നത്. ഈ യാക്കോബായ പള്ളി പിടിച്ചെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം വിശ്വാസികൾ ഒന്നടങ്കം ചെറുക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തു നിന്നും മടങ്ങിപ്പോവുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.